ചിലപ്പോൾ വല്ല പല്ലിയോ വണ്ടൊക്കെ ചടുത്ത് ചെയ്യുന്നതായിരിക്കാം. നമ്മൾ അതിനെ കണ്ടെത്തി മാറ്റുന്നതിലൂടെയാണ് അതിന്റെ കാര്യം ഇരിക്കുന്നത്. അതല്ലാതെ നമ്മുടെ ഇവിടെ പെർഫ്യൂം അടിച്ചിട്ട് കാര്യമുണ്ടോ? രണ്ടും മിക്സ് ചെയ്ത് വരും അല്ലേ? അയൽവാസിയുടെ വിവാഹം നടക്കുമ്പോൾ അത് മുടക്കുക, വിവാഹ ആലോചന വരുമ്പോൾ മുടക്കുന്ന ആളുകളുണ്ട്. ചില സ്ത്രീകളുണ്ട്, ചില അച്ഛന്മാരുണ്ട്, ചില സഹോദരന്മാരുണ്ട്. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുതെന്നാണ് എൻ്റെ അഭ്യർത്ഥന. കാരണം അത് നിങ്ങൾക്ക് തന്നെ ഭാര്യയായിട്ട് തിരിച്ചു വരും. ദോഷങ്ങൾ ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെയോ ഒരു വീടിൻ്റെയോ ദോഷങ്ങളൊക്കെ റേക്കി മുഖേന എങ്ങനെ കണ്ടുപിടിക്കാം? പ്രശസ്ത റേക്കി മാസ്റ്ററായ ശ്രീ ഷാജി സാർ നമ്മോടൊപ്പം ഉണ്ട്. നമസ്കാരം സാർ. നമസ്തേ. ABC മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ സർപ്പദോഷം, കർമ്മദോഷം, അങ്ങനെ പല രീതിയിലുള്ള ദോഷങ്ങളുണ്ടല്ലോ. ഇവയൊക്കെ എങ്ങനെ റേക്കി മുഖേന നമുക്ക് സൗഖ്യമാക്കി അല്ലെങ്കിൽ ആ ദോഷത്തിൽ നിന്ന് നമുക്ക് മുക്തി കിട്ടും? അതിനെപ്പറ്റി ഒന്ന് പറയാമോ? അത് ഒന്ന്, നമ്മളിപ്പോൾ റേക്കിയിലൂടെ ഇത് മാറ്റാന്ന് പറഞ്ഞാൽ പല ആളുകളും വന്നിട്ട് ചോദിക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണ്, ശാരീരികമായിട്ടും ബുദ്ധിമുട്ട് വരുന്നു, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വരുന്നു, എത്ര പണിയെടുത്താലും ഇല്ല, ഇപ്പം എത്ര രോഗത്തിന് ചികിത്സിച്ചാലും ആ രോഗം വിട്ടുമാറുന്നില്ല, ഒരുപാട് മെഡിസിൻസ് കഴിച്ചു, അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രശ്നങ്ങൾ പറയാറുണ്ട് പല ആളുകളും. അപ്പം ഞാൻ പലരോടും പറയുന്ന ഒരു കാര്യം, നമുക്ക് ഒരു രോഗമാണെങ്കിൽ, ആ മനുഷ്യന് വന്ന സാധാരണ ഒരു രോഗമാണെങ്കിൽ ചികിത്സിച്ചാൽ ഏത് ചികിത്സയിലൂടെ ആണെങ്കിലും അത് മാറ്റിയെടുക്കാം. ഇപ്പോൾ ഒരു പനി വന്നാൽ പോലും അത് അല്ലെങ്കിൽ ജലദോഷം വന്നു, അത് നമുക്ക് അലോപ്പതി ചികിത്സയുണ്ട്, ആയുർവേദമുണ്ട്, ഒറ്റമൂലിയുണ്ട്, പലതരത്തിലുള്ള ചികിത്സയുണ്ട്. ഏതെങ്കിലും അത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ അത് ആ രോഗത്തിന് എത്ര മെഡിസിൻ കഴിച്ചിട്ടും മാറുന്നില്ല. വീട്ടിൽ ചെല്ലുന്നു, അവർ ഡോക്ടറെ പരിശോധിച്ചു, മരുന്ന് കൊടുത്തു, ആ മരുന്നെല്ലാം കഴിച്ചിട്ട് മാറുന്നില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും വീണ്ടും കൂടെ വരികയാണ്. അതുപോലെ തന്നെ എത്ര പണി എടുത്തു കഴിഞ്ഞാലും സമ്പത്ത് പൈസ ജോലി ചെയ്ത് പൈസ കിട്ടുന്നുണ്ട്, പക്ഷെ ഇതെല്ലാം ഇങ്ങനെ ഇല്ലാതെ പോകുന്നു. കാരണം അപ്പോഴേക്കും എന്തെങ്കിലും രോഗങ്ങൾ വന്നോ പ്രശ്നങ്ങൾ വന്നോ പൈസ നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെയുള്ള ചില വിഷയങ്ങൾ വരുന്നതെന്ന് പറഞ്ഞാൽ, ഒന്ന് അത് ചില ദോഷങ്ങൾ തന്നെ പറയേണ്ടി വരും. കാരണം പറഞ്ഞാൽ ഒന്ന് വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ, താമസിക്കുന്ന വീടിന് അങ്ങനെയുള്ള വാസ്തു. അപ്പോൾ പല ആൾക്കാരും പറയും വിദേശ രാജ്യങ്ങളിലൊക്കെ ഇഷ്ടംപോലെ ഫ്ലാറ്റുകളോ അതൊക്കെ പണിയുന്നുണ്ടല്ലോ, അപ്പോൾ ഇതിനൊക്കെ വാസ്തു ഉണ്ടായിട്ടാണോ, അവരൊക്കെ നോക്കിയിട്ടാണോ എന്ന് അതിന് കൃത്യമായിട്ട് മറുപടി പറയുന്നതിന് കുറച്ച് സമയമെടുക്കും. അപ്പോൾ നമുക്ക് ചുരുക്കി പറയാം. അപ്പോൾ ഈ വാസ്തുദോഷം ഒരു പ്രശ്നമായിട്ട് വരാം. പിന്നെ ചില കർമ്മദോഷം എന്ന് പറയും. കാരണം അവൻ്റെ തന്നെ പ്രവർത്തന ഫലം കൊണ്ട് വന്നിരിക്കുന്ന ദോഷങ്ങൾ അതേപോലെ സംഭവിക്കാം. പിന്നെ ചില സർപ്പദോഷങ്ങൾ, പിന്നെ ചില ആളുകളുടെ പ്രാക്ക് ദോഷം എന്ന് പറയും. ചില ആളുകൾ ആഭിചാരങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ചിലരത് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നൊക്കെ പറയും. ഉണ്ടെന്ന് തന്നെയാണ് എനിക്കിത് പറയേണ്ടി അങ്ങനെ ഇവിടെ നമ്മുടെ നാടൻ ഭാഷയിൽ കൂടോത്രം എന്നൊക്കെ പറയും. അഭിചാര ദോഷങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള ദോഷങ്ങൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച് വരാം. അപ്പൊ ഇത് സ്കാനിങ്, എൻ്റെ ഒരു രീതി, ഞാനത് സ്കാനിങ് ചെയ്യുന്ന ഒരു രീതിയാണ്. നമുക്ക് വീടിൻ്റെ ഒരു പിക്ചറൊക്കെ എടുത്ത് അയച്ചു തരികയാണെങ്കിൽ നേരിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. വീടിൻ്റെയൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ചില സ്ഥാപനങ്ങളുണ്ടാവും, ബിസിനസ് സ്ഥാപനങ്ങളിൽ എത്ര നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനം പെട്ടെന്ന് ഡൗൺ ആയിട്ട് പോവുക, അപ്പോൾ ആ ബിസിനസ്സിന് വളർച്ചയില്ലാത്ത ഒരവസ്ഥ. അപ്പോൾ അതൊക്കെ നമ്മൾ അവിടെ നേരിട്ട് പോയോ അല്ലാതെയൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ആ സ്കാനിങ് സിസ്റ്റം പെൻഡുലാണോ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്, ആ പെൻഡുൽ ഉപയോഗിച്ച് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഒരിടത്തെ എന്താണോ പ്രശ്നം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അത് ചിലപ്പോൾ ഏതെങ്കിലും തരത്തിൽ വേറെ വാസ്തു സംബന്ധമായിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു വസ്തു അവിടെ ഇരിക്കുന്നത് കൊണ്ടായിരിക്കും. ഒരു ബാഡ് സ്മെല്ല്, ഇപ്പം നമ്മളിവിടെ വീട്ടിൽ നിന്ന് സംസാരിക്കുന്നത്, ഇവിടെ ഒരു ബാഡ് സ്മെല്ലുണ്ടെങ്കിൽ അതൊരു നെഗറ്റീവാണ് അല്ലേ? അത് എവിടെ ഇരിക്കുന്നു? ചിലപ്പോൾ വല്ല പല്ലിയോ വണ്ടൊക്കെ ചടുത്ത് ചെയ്യുന്നതായിരിക്കാം. നമ്മൾ അതിനെ കണ്ടെത്തി മാറ്റുന്നതിലൂടെയാണ് അതിന്റെ കാര്യം ഇരിക്കുന്നത്. അതല്ലാതെ നമ്മുടെ ഇവിടെ പെർഫ്യൂം അടിച്ചിട്ട് കാര്യമുണ്ടോ? രണ്ടും മിക്സ് ചെയ്ത് വരും അല്ലേ? അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഈ പ്രശ്നത്തെ നമ്മൾ ആദ്യം കണ്ടെത്തണം. അത് കണ്ടെത്തുന്ന സ്കാനിങ് സിസ്റ്റത്തിലൂടെ ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടെത്തിയിട്ട് അതിനെ മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് ചില കാര്യങ്ങൾ നമുക്ക് കണ്ടെത്തി എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്. അവൻ്റെ കർമ്മദോഷം കൊണ്ടാണോ, അല്ലെങ്കിൽ സർപ്പദോഷം കൊണ്ടാണോ, അല്ലെങ്കിൽ വാസ്തുവിൻ്റെ ആണ്, അത് നമുക്ക് കണ്ടെത്താൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. കാരണം ഇപ്പോൾ ഒരു സർപ്പദോഷം കൊണ്ടാണെന്നുണ്ടെങ്കിൽ മിക്കവർക്കും സ്കിൻ ഡിസീസ് പോലുള്ള പ്രശ്നങ്ങൾ വരാം. അവിടെ അലർജി ഉള്ള ആരെങ്കിലും ഉണ്ടാവും, അവിടെ പ്രശ്നം സ്കിൻ ഡിസീസ് ഉള്ളവരുണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ വിവാഹം കഴിച്ചിട്ട് കുട്ടികളില്ലാത്ത അവസ്ഥ ഉണ്ടാവും. ചിലപ്പോൾ കുട്ടികൾ ജനിക്കുന്നത് തന്നെ ചിലപ്പോൾ ഒരു കോമ സ്റ്റേജിലേക്ക് ജനിക്കുന്ന കുട്ടികളുണ്ടാവും, പല രീതിയിൽ കണ്ണില്ലാതെയും കൈയില്ലാതെയൊക്കെ വരുന്നത്. അതേപോലുള്ള ഇതെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന കുടുംബങ്ങളുണ്ട്.
അതുപോലെ വിവാഹം ബന്ധം നിലനിൽക്കാത്ത പ്രശ്നങ്ങൾ, ഇതെല്ലാം ചില ഈ സർപ്പത്തിന്റെ ദോഷം കൊണ്ട് വരാം, വാസ്തുവിന്റെ ദോഷം കൊണ്ട് വരാം. അങ്ങനെ പല ദോഷങ്ങൾ കൊണ്ടുവരാം. പല ദോഷങ്ങൾ കൊണ്ടുവരാം. അത് പല ദോഷങ്ങളുണ്ട്. ഈ കർമ്മദോഷം കൊണ്ട് തന്നെ വരാം. ചില ആളുകളൊക്കെ ഉണ്ട് മൃഗങ്ങളെയൊക്കെ ഒരു ദാക്ഷിണ്യമില്ലാതെ ഉപദ്രവിക്കുക. തല്ലുന്ന മൃഗങ്ങളെ, പക്ഷി മൃഗാദികളെ ചൂടോടെ പിടിച്ചിട്ട് കോഴിയൊക്കെ മുക്കുന്നവരുണ്ട് വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ മുക്കുന്ന. അവർക്കൊക്കെ വന്ന് അനുഭവിക്കാൻ അവരുടെ അത് കർമ്മദോഷമാണ്, അവരുടെ ശാപദോഷമാണ്, ഒരു ജീവനെയാണ് നമ്മൾ കൊല്ലുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളത് എന്താണെന്ന് കണ്ടെത്തി അതിൽ നിന്ന് പിന്മാറാൻ പറയും. ആ പ്രശ്നത്തിന് അതിന് പരിഹാരം എന്നുള്ളത്. പിന്നെ ഞാൻ പല ആളുകളും എന്നെ വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. ചില ആളുകൾ പറയും നമ്മുടെ കർമ്മദോഷം മാറ്റി കൊടുക്കാൻ സാധിക്കുന്നൊക്കെ പറയാറുണ്ട്. എൻ്റെ ഉറപ്പായ എൻ്റെ തീരുമാനം, ഞാൻ പഠിച്ചതും അറിഞ്ഞതും വെച്ച് നോക്കുമ്പോൾ ഒരാളുടെ കർമ്മദോഷം എനിക്ക് മാറ്റി കൊടുക്കാൻ പറ്റില്ല, ഒരാൾക്കും മാറ്റി കൊടുക്കാൻ പറ്റില്ല. എനിക്ക് മാത്രമല്ല, ഒരാൾക്കും മാറ്റി കൊടുക്കാൻ പറ്റില്ല. സ്വയം വിചാരിച്ചാൽ സ്വയം നമ്മൾ അതിനെ റൂട്ട് ഉണ്ടാക്കി കൊടുക്കുക. ഇനി നാളേക്ക് വരാതെ എങ്ങനെയത് ഇനി അത് കൂടുതൽ സംഭവിക്കാതിരിക്കാൻ. നമ്മൾ ശിക്ഷയൊക്കെ അനുഭവിച്ചിട്ട് പരോളിലൊക്കെ ഇറങ്ങുന്ന ആളുകൾ കണ്ടിട്ടില്ലേ? ചിലർക്ക് പരോളൊന്നും കൊടുക്കുക പോലും ഇല്ല. എന്താ കാരണം? അവൻ അവിടെ ചെന്നിട്ടും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അവൻ അവിടെ അകത്തിടുള്ളൂ. അവൻ നല്ല നടപ്പിനൊക്കെ നമ്മൾ വിട്ട് കഴിയുമ്പോൾ എന്താവും? സ്വാഭാവികമായിട്ടും അതിനൊരു കുറവ് വരും എന്ന് പറഞ്ഞ മാതിരി കർമ്മദോഷത്തെ ആണെങ്കിൽ പോലും ആ കർമ്മദോഷം നീ ഇനി മുതൽ നീ അത്തരം കാര്യങ്ങൾ ചെയ്യരുത്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. കർമ്മദോഷം പറയുമ്പോൾ പറയേണ്ട എൻ്റെ ഏറ്റവും വലിയൊരു അനുഭവമാണ്. ഏതാണ്ട് 18 വർഷത്തോളമായി എൻ്റെ ഈ ഇടത് കണ്ണിന് കാഴ്ച ഇല്ല, കാഴ്ച നഷ്ടപ്പെട്ടതാണ്. അതിനൊരു കാരണമുണ്ട്. എനിക്ക് സ്വന്തമായിട്ടൊരു ഫാക്ടറിയൊക്കെ ഉണ്ട്, ഒരു ബിസിനസ് സ്ഥാപനമൊക്കെ നടത്തുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ സാമ്പത്തികമായിട്ടൊരു ഇടപാട് ഒരു വ്യക്തിയായിട്ട് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അയാൾ എന്നോട് ആ പൈസ ചോദിച്ച് വന്ന സമയത്ത് ഞാൻ പല പ്രാവശ്യം, പൈസ ഇല്ലാത്തത് കൊണ്ട് തന്നെ പല പ്രാവശ്യം നീട്ടി കൊണ്ടുപോയി. ഒരു 6-7 പ്രാവശ്യങ്ങളും അയാൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. കാരണം ശരിക്കും പറഞ്ഞാൽ ഞാൻ അയാൾക്ക് കൊടുക്കേണ്ടതല്ല, കൊടുക്കേണ്ട പൈസയല്ല. അതുകൊണ്ടാണ് ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നതും. അത് മാത്രമല്ല, എൻ്റെ കയ്യിൽ കൊടുക്കാനുമില്ല. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലിരിക്കുമ്പോൾ സമയത്ത് അയാൾ 7-8ാമത്തെ തവണ എന്തോ വന്ന സമയത്ത് അയാൾ എന്നോട് പറഞ്ഞു, ഷാജി ഞാൻ നാളെ വരും, എനിക്ക് പൈസ തരാതിരിക്കരുത്, ഞാൻ വളരെയധികം ബുദ്ധിമുട്ടിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പുള്ളിയുടെ കമ്പനി അറിയാം, എൻ്റെ പോലെ ഒരു കമ്പനി നടത്തുന്ന ഒരാളാണ്. അപ്പോൾ ആ കമ്പനിയിലെ വർക്ക് ചെയ്യുന്ന കുട്ടിയുടെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു എന്ന് പറയാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ ചാക്ക് തുന്നിക്കൊണ്ടിരുന്നതാണ്, സൂചിക്ക് തുന്നിപ്പോൾ ഈ പെൺകുട്ടി പെട്ടെന്ന് കയറി വന്നപ്പോൾ അവളുടെ കണ്ണിൽ കൊണ്ട് കണ്ണ് പോയതാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി കണ്ണ് പോയി എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ഇടത് കണ്ണ് നഷ്ടപ്പെട്ടു, ഇടത് കണ്ണാണ്. ഇയാളത് പറഞ്ഞതുകൊണ്ട് ഇപ്പം തന്നെ ആയി 10-17,000 രൂപയോളം. അതുകൊണ്ട് എനിക്ക് ഈ ചെറിയ തുകയാണെങ്കിൽ അത് കിട്ടിയാൽ എനിക്ക് സമാധാനമായി എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. നാളെ പോരേന്ന് പറഞ്ഞു. പക്ഷെ ഇയാൾ പോകാൻ നേരത്തെ എന്നോട് ഒരൊറ്റ വാക്ക് ഉപയോഗിച്ചു, നാളെ ഞാൻ വരുമ്പോൾ തരണം എന്ന് പറഞ്ഞു. തന്നില്ലെങ്കിൽ എന്നുള്ളൊരു വാക്ക് അയാൾ ഒരു ദേഷ്യത്തോടുകൂടി ഒരു വാക്ക് അയാൾ ഉപയോഗിച്ചിട്ടാണ് പോയത് എൻ്റെ അടുത്ത് നിന്ന്. ഇയാൾ ഇറങ്ങിയതും എൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ആ കുട്ടിയോടായിട്ട് ഞാൻ പറഞ്ഞു, വെറുതെ അല്ല ആ കുട്ടിയുടെ കണ്ണ് പോയതെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചു. വെറുതെ അല്ല കുട്ടിയുടെ, ഇയാളുടെ അല്ല, വേറൊരു കുട്ടിയുടെയാണ്. എനിക്ക് ഇതുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. പക്ഷെ ഇയാളോടുള്ള ദേഷ്യം കൊണ്ടാണ് ഞാൻ അതങ്ങനെ പറഞ്ഞത്. സത്യത്തിൽ ഇയാൾക്ക് ഞാൻ പൈസ കൊടുക്കാനില്ല, അത് ഇയാൾ വരുത്തി തീർത്ത് കൊടുക്കാനുണ്ടെന്നുള്ള രീതിയിലാണ്, ആ രീതിയിലാണ്. പക്ഷെ ഞാൻ സത്യമായിട്ടും പറയുന്നു, ഈ പ്രപഞ്ചം, കാരണം ഞാൻ ഇന്ന് ഈ ജീവിക്കുന്നതും ഞാൻ ഇത് റേക്കി എനർജി ഉപയോഗിക്കുന്നതും ആർക്കെങ്കിലും എന്നിൽ നിന്ന് എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടെങ്കിലൊക്കെ ഞാൻ എൻ്റെ ഈ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ദൈവത്തെ കാണുന്നത്. ദൈവമില്ല എന്ന് പറയുന്നവർക്ക് ഏറ്റവും വലിയ ഒരു തെളിവ് കൂടിയാണ് ഞാൻ ഈ പറയുന്ന ഒരു കാര്യം. ഒരു 5 മിനിറ്റ് എടുത്തില്ല. ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന മെഷീനിൽ ഞാൻ കൊണ്ടുപോയി ഒരു മെഷീനിൽ വർക്ക് ചെയ്യാനായിട്ട് ഒരു മെറ്റീരിയൽ കൊണ്ടുപോകുന്നു. ഒരു സ്റ്റീലിൻ്റെ റാഡാണ്, ഒരു 8 ഇഞ്ചോളം ലെങ്ത്തുള്ള റാഡ് ബഫ് ചെയ്യാനായിട്ട് വെക്കുന്നു. 5 മിനിറ്റ് പോലും എടുത്തില്ല. ആ കമ്പി അതേ കണ്ണിൽ കയറി, അതേ കണ്ണിൽ കയറി. അപ്പം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ഈശ്വരനെ കാണുന്നതാണ്, ഞാൻ ദൈവത്തെ വിളിച്ചില്ല. എൻ്റെ വീട്ടുകാരെല്ലാം പറഞ്ഞു ഈശ്വരനോട് പ്രാർത്ഥിക്കൂ, അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ, ഓരോ സർജറിക്കും. ഞാൻ ഈശ്വരനെ കണ്ടതാണ്. കാരണം എൻ്റെ കണ്ണിലൂടെ എനിക്കൊരു അപകടം പറ്റിയപ്പോൾ പലരും പട്ടിയെയും പൂച്ചയെയും ഒക്കെ വളരെയധികം നിഷ്ഠൂരമായിട്ട് ആക്രമിക്കാറുണ്ട്. ഒരിക്കലും അത് ചെയ്യരുത്. പല ആളുകളെ മുറിവേൽപ്പിക്കുന്ന ആളുകളുണ്ട് മാനസികമായിട്ട്. ഈ വിവാഹം മുടക്കുന്ന ഇതൊക്കെ കർമ്മദോഷത്തിൽ വരുന്നതാണ്. മിക്ക കുട്ടികളുടെയും പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെ വിവാഹം നടക്കാത്തതിൻ്റെ കാരണം അയൽവാസിയുടെ വിവാഹം നടക്കുമ്പോൾ
അത് മുടക്കുക. വിവാഹ ആലോചന വരുമ്പോൾ മുടക്കുന്ന ആളുകളുണ്ട്. ചില സ്ത്രീകളുണ്ട്, ചില അച്ഛന്മാരുണ്ട്, ചില സഹോദരന്മാരുണ്ട്. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുതെന്നാണ് എൻ്റെ അഭ്യർത്ഥന. കാരണം അത് നിങ്ങൾക്ക് തന്നെ ഭാര്യയായിട്ട് തിരിച്ചു വരും. നമ്മളൊരു പന്ത് പോലെയാണ്. നമ്മുടെ ഓരോ വാക്കും നമ്മളിലേക്ക് വളരെ ശ്രദ്ധിച്ച് നമുക്ക് തിരിച്ചു. ഒരു പന്ത് നമ്മൾ എറിഞ്ഞാൽ എങ്ങനെയാണ് അത് റിട്ടേൺ വരുന്നത്? ഇത് ഇന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇത് റിട്ടേൺ വന്നിരിക്കും, ഉറപ്പാണ്. അതുകൊണ്ട് അതേപോലെ തന്നെ വേറൊരു കാര്യം, ഞാൻ ഇന്നലെ എൻ്റെ ഒരു സ്റ്റുഡൻറ്റിനോട് പോലും പറഞ്ഞിട്ട് വന്ന ഒരു കാര്യമാണ്. നമ്മൾ പലതും അടച്ചിട്ട് വളർത്തുന്ന പക്ഷികൾ കണ്ടിട്ടുണ്ടോ? ചെറിയ 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 ലവ് ബേർഡ്സിനെയൊക്കെ ഒരിക്കലും. പക്ഷേ അത് ഇപ്പം ഇത് കേൾക്കുന്നവർ, അതുമായിട്ട് ബിസിനസ് നടത്തുന്നവർ, ജീവിക്കുന്നവർ ചിലപ്പോൾ എന്നോട് ദേഷ്യം പറയും. ഇല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് ചോദിക്കും. അവരെ സ്വതന്ത്രമായിട്ട് വിടേണ്ടവർ സ്വതന്ത്രമായിട്ട് വിടണം. ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ അടച്ചിട്ട് എവിടെയെങ്കിലും വളർത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ഓരോ ആളുകളുടെ വീട്ടിലും അങ്ങനെ അടച്ച് ഇട്ട ഒരു വ്യക്തി അവിടെ ഉണ്ടാവും. നിങ്ങളുടെ മക്കളിലൂടെ അത് കാണാൻ നിങ്ങൾക്ക് സാധിക്കും. കാരണം സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഓരോ വ്യക്തികളും മനസ്സിലാക്കേണ്ടതുണ്ട്. കർമ്മദോഷങ്ങൾക്ക് നമ്മൾ ഇതുപോലെയുള്ള കർമ്മദോഷം, ഇതെല്ലാം കർമ്മദോഷമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഞൊണ്ടൻ പൊട്ടൻ എന്നൊക്കെ പറഞ്ഞ പല ആളുകളും വിളിക്കാറുണ്ട്. അത്തരത്തിലുള്ള വാക്കുകൾ നമ്മൾ ഉപയോഗിക്കരുത്. ഏത് നിമിഷവും ഇത് നമ്മളിലേക്ക് വരാം. അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ വാക്കുകൾ ഉപയോഗിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും അതേപോലെ സൂക്ഷ്മതയോടുകൂടി ഇതെല്ലാം നമ്മളിലേക്ക് തിരിച്ച് ഇതിനിടയിൽ പറയാൻ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ പലരും ഇപ്പോൾ ഉരുൾപൊട്ടലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മുണ്ടക്കയിലെ വയനാട്ടിലെ പ്രശ്നം, ഇത് ഈ അടുത്ത കാലത്ത് ഞാനൊരു ഒരു ഫോറസ്റ്റ് ഓഫീസറുടെ ഒരു ഇത് വായിച്ചിരുന്നു, യൂട്യൂബിൽ കണ്ടതാണ്. അദ്ദേഹം ആ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി അത് ശരിയാണെന്ന്. കാരണം 60-70 വർഷം മുമ്പ് ഈ ഏരിയയിൽ അദ്ദേഹം പോയിട്ട്, അന്ന് ഫോറസ്റ്ററായിരുന്നു അദ്ദേഹം. അപ്പോൾ അവിടെ ഇതേപോലെ കുടിയേറ്റക്കാർ വന്ന സമയത്ത് താമസിക്കരുതെന്നാണ് പറഞ്ഞത്. അവിടെ താമസിക്കരുത്, നിങ്ങളത് കുടിയേറാൻ പാടില്ല, അത് അവിടുത്തെ ആ മൃഗങ്ങൾക്കും വന്യജീവികൾക്കൊക്കെ വിഹരിക്കേണ്ട ഒരു സ്ഥലമാണ്, അവിടെയാണ് നമ്മൾ പോയി പാർക്കാൻ പോകുന്നത്. അപ്പം അന്ന് അത് അനുവദിച്ചില്ല. അപ്പോൾ അവിടെയുള്ള ആളുകൾ പ്രശ്നമുണ്ടാക്കി. ഇന്ന് മരണപ്പെട്ട ആളുകളിൽ ചിലപ്പോൾ അവർ കൂടെ ഉണ്ടാവാതിരിക്കാം, പ്രായമുള്ള ആളുകളുണ്ടാവാം. അപ്പോൾ അങ്ങനെ ഈ 10-80ഓളം പേരാണ് അവർ പോയതെന്നാണ് പറയുന്നത് അവിടെ ഇത് കുടിയൊഴിപ്പിക്കാനായിട്ട്. പക്ഷെ സമ്മതിച്ചില്ല. അവർ 400-450ഓളം ആളുകളുണ്ടായിരുന്നു. അവർ തിരിച്ചു ഓടിച്ചു. എന്ത് സംഭവിച്ചു? ഇതെല്ലാം സംഭവിക്കും. ഈ പറയുന്ന എനിക്ക് പോകുന്ന വഴിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കർമ്മദോഷമാണെന്ന് ചിലപ്പോൾ എന്നെ കളിയാക്കും. അത് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. കാരണം നമ്മളുടെ ഈ സഞ്ചിത കർമ്മം അല്ലെങ്കിൽ നമ്മുടെ പ്രാരാബ്ധ കർമ്മം ഇതെല്ലാം നമ്മുടെ കൂടെ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾക്കത് തിരിച്ചറിയാൻ സാധിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ അതിൽ നിന്ന് പിന്തിരിയ തന്നെ വേണം. നമുക്കൊരു തിരിച്ചറിവുണ്ടാവുമ്പോൾ, അതല്ലെങ്കിൽ കർമ്മദോഷം നമ്മളെ കൊണ്ടുപോകുള്ളൂ. അപ്പോൾ ഈ നമ്മുടെ കർമ്മങ്ങൾ ശരിയാക്കി നമ്മുടെ നാളുകൾ നല്ല ഐശ്വര്യപൂർണമാവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമസ്കാരം. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കും. ABC മലയാളം പ്രേക്ഷകർക്കായുള്ള ഒരു സുവർണ അവസരമാണിത്. നിങ്ങളുടെ ജനന സമയം അടിസ്ഥാനമാക്കി 75 പേജുകളടങ്ങിയ ജാതകം, നിങ്ങളുടെ ഭാവി പ്രവചനങ്ങളും പ്രശ്നപരിഹാരങ്ങളും ഉൾപ്പെടെ 250 രൂപയ്ക്ക് ലഭിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുകയോ വിളിക്കുകയോ ചെയ്യുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.